ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നേക്കാളും ടേസ്റ്റിലുള്ള പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ പരിപ്പ് തന്നെയാണ് കാര്യമായിട്ട് ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഏറ്റവും നല്ലത് ഗ്രീൻ പീസിൻ്റെ പരിപ്പുണ്ടല്ലോ, അതൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ്, പിന്നെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കറി വെക്കണ പരിപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപ്പ് ഞാനിവിടെ നന്നായി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 1.5 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എന്നാലും ഞാൻ എടുക്കുന്ന ആ ഒരു അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. 1.5 കപ്പിൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ പരിപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒരു 2-3-4 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പരിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളൊരു പരിപ്പാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, കുറച്ച് കട്ടിയുള്ള പരിപ്പാണ്. അപ്പോൾ ഈ ഒരു പരിപ്പ് ഞാനൊരു 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇനി 4 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പ്രാവശ്യം അരക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത്, അതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഒന്നിങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. കുറച്ച് പീസസൊക്കെ അതിലുണ്ടായാലും പ്രശ്നമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തേത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം. അങ്ങനെ ഇതാ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിലിങ്ങനെ കുറച്ച് തരികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ പരിപ്പ് കുതിർന്നതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പരിപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. ഞാനൊരു 3 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ വല്ലാണ്ട് കടിക്കാൻ കിട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാൻ. ആ ഒരു ഇഞ്ചിയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിപ്പ് വടക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിതാ ഇവിടെ ഒരു 3 ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു പിടി കരിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി, ആദ്യം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും നിങ്ങൾ ചേർക്കരുത്. പരിപ്പ് ചതച്ചെടുക്കുന്ന സമയത്തും ചേർക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ. നിങ്ങൾ ഇത് ഒരിക്കലും നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് കേട്ടോ. ഇതാ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ബോളുകളാക്കിയിട്ട് കൈയിൻ്റെ ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് മറ്റു കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പരിപ്പ് വടയുടെ ഷേപ്പ് കിട്ടും. കൈ വിരൽ കൊണ്ട് ആക്കി കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. ഒരുപാട് ചൂടും കൂടിയിട്ടും പോകരുത്, ചൂട് പറ്റ കുറഞ്ഞിട്ടും പോകരുത്. ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്തായാലും പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് ഉൾഭാഗം അങ്ങ് വേവാണ്ടായി പോകും. ഉൾഭാഗമൊക്കെ കറക്റ്റ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. തീ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അതായത് എണ്ണയുടെ ചൂട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പരിപ്പ് വട ഓരോന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിയിട്ട് എണ്ണയിലാകെ പരന്നു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പരിപ്പ് വട ഒരുപാട് തിന്നായിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റും ആ ഒരു പരുവൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്ററിൽ കുറച്ച്
കുറച്ച് കട്ടിയിലും സൈഡൊക്കെ തിന്നായിട്ട് നമ്മൾ ഉണ്ടാവില്ല, ആ ഒരു രീതിയിൽ തന്നെ വേണം കേട്ടോ ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഇതിതാ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതാ ഈ ഒരു കളറാവുന്ന സമയത്ത് ഒന്ന് കോരി മാറ്റും. ഒരു 3-4 മിനിറ്റ് എന്തായാലും നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ, എന്നാലേ ഉൾഭാഗമൊക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ടാവുള്ളൂ. ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. പരിപ്പ് വടയിൽ അങ്ങനെ ഓയിൽ കുടിക്കുന്ന പ്രശ്നം വരില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളിവിടെ ആദ്യത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി പരിപ്പ് വടയാണ്. നല്ല കട്ടൻ ചായയുടെ കൂടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും പരിപ്പ് വട ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.